നമ്മുടെ ബിഗ് ബോസിലെ 50 ദിവസത്തിൻ്റെ എപ്പിസോഡിൻ്റെ അന്ന് വന്ന ഒരു വ്യക്തിയാണ് രതീഷ്. പിന്നെയാണ് മനസ്സിലാകുന്നത് അദ്ദേഹം മത്സരാർത്ഥി ആയിട്ടല്ല അവിടെ വന്നത്, വെറും ഒരു ഗസ്റ്റ് ആയിട്ടാണെന്ന്. പക്ഷേ അതിൻ്റെ ഒരു ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പാവമാണ് അങ്ങേര്, സത്യം പറഞ്ഞാൽ അങ്ങേരെ മത്സരത്തിൽ പങ്കെടുപ്പിക്കുന്നില്ല, പവർ ടീമിൽ ഉൾപ്പെടുത്തേണ്ട ടാസ്കുകളിൽ പങ്കെടുപ്പിക്കുന്നില്ല, വെറുതെ ഒരു നോക്ക് കുത്തിയപ്പോൾ അവിടെ പിടിച്ച് നിർത്തിയിരിക്കുകയാണ്. ചില സമയത്തൊക്കെ കഷ്ടം തോന്നും. ഇപ്പോൾ പുള്ളിക്കാരനെ അവിടെ സഹിയിട്ടും തോന്നുന്നു. കാര്യം പുള്ളി ഓരോ ആളുകളെടുത്ത് പോയി മെക്കിട്ടൊക്കെ കയറുന്നുണ്ട്. രാവിലെ തന്നെ സിജുവുമായിട്ട് ചെറിയൊരു വാക്ക് തർക്കം നടന്നു. നീ ഫയർ ആണെങ്കിൽ എടുത്ത് നിൻ്റെ തീനെ കാണിക്ക്, നിൻ്റെ ഫയറൊക്കെ എവിടെ പോയി, നീ വന്നപ്പോൾ ഇങ്ങനെയൊന്നും അല്ലല്ലോടെ നീ പറഞ്ഞത് എന്നൊക്കെ ആയിരുന്നു രതീഷ് സിജുവോട് എടുത്ത് പറഞ്ഞത്. അപ്പോൾ സിജു പറയുന്നുണ്ട്, താനൊരു ഗസ്റ്റാണ്, അതുകൊണ്ട് അതിൻ്റേതായ ഒരു മാന്യത പാലിച്ചുകൊണ്ടാണ് ഞാൻ നിൽക്കുന്നത്, അല്ലെങ്കിൽ ഞാൻ ഫയർ കാണിച്ചേനെന്ന് സിജു പറയുന്നുണ്ട്. അപ്പോൾ രതീഷ് തിരിച്ചു പറയുന്നു, എനിക്കിവിടെ ഗസ്റ്റിൻ്റെ ഒരു പരിഗണനയും ഒരുത്തനും ഇവിടെ തരേണ്ട ആവശ്യമില്ല. രതീഷ് പറഞ്ഞത് തന്നെയാണ് ഈ പ്രേക്ഷകർക്കും പറയാനുള്ളത് കേട്ടോ. കാര്യം ഈ സിജോ എന്തെങ്കിലുമൊക്കെ ഒന്ന് കാണിക്കും. അവിടെ വന്ന് കിടന്ന് ഫയറാണ്, ആനയാണ്, തേങ്ങയാണെന്നൊക്കെ KGF കുറേ ഡയലോഗൊക്കെ അടിച്ചതിന് ശേഷം വെറും ഒരു വാഴ ആയിക്കൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് ജാസ്മിൻ ഗബ്രിയുടെ അടുത്തൊക്കെയാണ് സിജോയ്ക്ക് കൂടുതൽ ഇപ്പോൾ ഭയങ്കര ഇഷ്ടം. എന്താണെന്ന് അറിയത്തില്ല. അപ്പോൾ എന്താണ് ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്ന് മറക്കാതെ കമൻറ്റ് ചെയ്യുക.